നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിന്നെ ആരെ ഇങ്ങോട്ട് വിളിച്ചത്? ആരും വിളിച്ചതല്ല, സ്വന്തം ഇഷ്ടപ്രകാരം വന്ന നിനക്ക് തരാനുള്ളത് തരാൻ. ഇറങ്ങി പോടാ. കിടന്ന് പിടയ്ക്കാതടി. നിന്റെ തുള്ളലും ചാട്ടമൊന്നും എന്നോട് വേണ്ട. ആകാശ്, എന്താടി നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. അതിന് പകരമായിട്ട് ഞാൻ തുനിഞ്ഞിറങ്ങിയാലുണ്ടല്ലോ നിനക്ക് താങ്ങാൻ പറ്റില്ല. I say you get out. ചാടാതെ അവിടെ നിക്ക്. എടി, നീ വലിയ ചീഫ് എഞ്ചിനീയർ ഒക്കെ അല്ലേ, അതിന്റെ അധികാരവും ഉണ്ട്. പിന്നെ എന്തിനാ ഈ ഒളിച്ചു കളി? എന്തെങ്കിലും പറയാനോ ചെയ്യാനോ ഉണ്ടെങ്കിൽ എന്നോട് സ്ട്രെയിറ്റ് ആയിട്ട് വേണം. അല്ലാതെ എന്റെ ഭാര്യയെ ഭീഷണിപ്പെടുത്തുന്നതും കീഴിലുള്ള സ്റ്റാഫിനെ കൊണ്ട് നിലവാരമില്ലാതെ സംസാരിപ്പിക്കുന്നതൊക്കെ നിർത്തിക്കോണം നീ. ഇപ്പോ ഇതുവരെ നിന്റെ കാര്യത്തിൽ ഞാൻ ഒരു ജെന്റിൽമാനെ പോലെ നിന്നിട്ടുള്ളത്. നീയും ഞാനും തമ്മിലുണ്ടായിരുന്ന ബന്ധം ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. നീ ആര് ഞാനാര് എന്നൊന്നും ഈ ഓഫീസിൽ ആർക്കും അറിയില്ല. വെറുതെ എന്നെ കയറി മാന്തി അതൊന്നും എടുത്ത് പുറത്തൊരു അവസരം ഉണ്ടാക്കരുത്. വാണിംഗ് ആണോ മിസ്റ്റർ ആകാശ്? അല്ല, ഇനിയും നിന്റെ നിലവാരമില്ലായ്മ കാണിച്ച പലതും സംഭവിക്കുന്ന ചെറിയൊരു അഡ്വൈസ് എന്നാ. നിനക്ക് ബുദ്ധിയും ബോധവും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി നടന്നോ. എന്ന് ചാരു എന്റെ മനസ്സിൽ ഇടം പിടിച്ചോ, അന്ന് ഞാൻ എന്റെ ഫോണിൽ നിന്ന് ഞാനും നീയുമായിട്ടുള്ള എല്ലാ വേസ്റ്റും എടുത്ത് കളഞ്ഞു. പക്ഷെ ആ വേസ്റ്റ് വീണ്ടും റീസ്റ്റോർ ചെയ്യാൻ എനിക്കധികം സമയമൊന്നും വേണ്ട. ആ ഫോട്ടോയും വീഡിയോയും എല്ലാവരെയും കാണിച്ച് ഞാൻ നാണം കെടുത്തും. എന്നെ കൊണ്ട് ചെയ്യിക്കരുത് നീ. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്യടാ. അങ്ങനെ സംഭവിച്ച ഇത്രയും കാലം നീ കണ്ട ശ്രേയ ആയിരിക്കില്ല ഞാൻ. കാണാടി നമുക്ക്. അളിയാ, കുഞ്ഞളിയാ, കുഞ്ഞളിയൻ എന്താ എത്ര വൈകിയേ? അതെ, അവളെന്താ ഉദ്ദേശിക്കുന്നേ? ഓഫീസിൽ കിടന്ന് തുള്ളുന്നുണ്ടായിരുന്നല്ലോ. എന്ത്? എന്തോന്ന്? അവൾ എന്റെ മുന്നിൽ ഷോ ഇറക്കിയുണ്ടല്ലോ, ഞാൻ കൈയും കെട്ട് നോക്കിയിരിക്കില്ല. എന്താടാ? എടാ ആകാശേ, എന്താ പ്രശ്നം? ഓഫീസിൽ അവള് ചുമ്മാ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുക. ശ്രേയ എന്റെ ചേട്ടത്തിയാവാൻ പോകുന്നൊരു അഹങ്കാരമാണ് ഇരിക്കുന്നത്. എടാ അരവിന്ദേ, ഒരു കാര്യം നീ മനസ്സിലാക്കിയോ? അവളെ കല്യാണം കഴിക്കുന്നത് നിനക്ക് അഭിമാനമായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. അവളെ നിന്നേക്കാൾ മുന്നേ അറിയാവുന്ന എനിക്ക്. എടാ ആകാശേ, മേലുദ്യോഗസ്ഥൻ നിന്റെ ചേട്ടത്തിയായി കയറി വന്നാ നിനക്കതൊരു അന്തസ്സല്ല. അത് മുതലെടുക്കാൻ നോക്കാതെ അമ്മയൊന്നും മിണ്ടായിരുന്നേ. അമ്മ എല്ലാത്തിനും കാരണം. ഞാൻ എന്ത് ചെയ്തിട്ടാടാ? ചുമ്മാ വീട്ടിലിരിക്കാതെ ഇവിടെ നടക്കുന്നത് അവിടെ വിളിച്ചു പറഞ്ഞ് ചുമ്മാ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അവള് വലുതായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. നിന്നെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് നാണക്കേടാ. നിന്നെ കുറിച്ച് ഓർക്കുമ്പോ എനിക്കും. കെട്ടിക്കൊണ്ടു വന്നിരിക്കുന്ന പെണ്ണിനെ കണ്ടില്ലേ? ശ്രേയെ ഞാൻ കല്യാണം കഴിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ച് കല്യാണം മുടക്കുന്ന എന്തിനാടാ? നിന്റെ ഭാര്യയാവാൻ പോകുന്ന എത്ര കാര്യമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ അവളെ കല്യാണം കഴിച്ച് സന്തോഷം ജീവിക്ക്, അല്ലെങ്കിൽ നശിച്ചു പോ. ഡാടാ, എന്തോന്നാടാ ഈ ശാപവാക്കൊക്കെ പറയുന്നേ? അമ്മേ പ്ലീസ്, നീ കെട്ടിക്കൊണ്ട് വരുന്നവള് കാരണം ഞങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തരുത്. അതിന് വേണ്ടത് ഞാൻ ചെയ്യും.